ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 90 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 90 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ സ്പാർക്ക് 90ൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 14,700 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കൂടിയ റിഫ്രഷ് റേറ്റ്, അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേ, ഇതുപോലുള്ള ഫീച്ചേഴ്സൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം പല ഫോണുകളിലും ഈ ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഈ ഫോണിൻ്റെ വില വരുന്നത് 14,700 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നുമല്ല ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ മൂന്നാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ വരുന്നത്. 14,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ Type-C ചാർജിങ് പോർട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. ഈ ഫോണിൻ്റെ വില വരുന്നത് 14,700 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടെക്നോ സ്പാർക്ക് 80 എന്ന ഫോണിൻ്റെ സക്സസ്സറായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പം വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഇപ്പം വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ ഫോൺ ഒരു 10,000 അതല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചൊരു താഴെ വരുന്ന പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ ടെക്നോ സ്പാർക്ക് 80 എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വില വരുന്നത് 9,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു 90 എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വില ഒരു 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരാനാണ് സാധ്യത. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 90 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ നൈജീരിയയിൽ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചൊരു പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പ്രൈസിങ്ങിൽ അത്ര മികച്ച ഫീച്ചേഴ്സൊന്നും ഈ ഫോണിൽ വരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ടെക്നോ സ്പാർക്ക് 90 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ നിങ്ങൾ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.